ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് KSFE പവർ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാനുള്ള യൂസർ ഐഡിയും പാസ്വേഡും മറന്നുപോയാൽ എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ നിന്നും ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയൊരു മൊബൈൽ വാങ്ങിച്ച് അതിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും മറന്നുപോയി. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാനുള്ള യൂസർ ഐഡിയും പാസ്വേഡും കണ്ടെത്താമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. KSFE പവർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം, അതായത് ചിട്ടി എങ്ങനെ അടയ്ക്കുക, അതുപോലെ KSFE പവർ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാനുള്ള യൂസർ ഐഡി പാസ്വേഡ് കണ്ടെത്താമെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന KSFE പവർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഓപ്പണാക്കി നമുക്ക് പാസ്വേഡും യൂസർ നെയിമും റീസെറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് യൂസർ നെയിം കണ്ടെത്താം. അതിനായിട്ട് ഫോർഗെറ്റ് യൂസർ നെയിം എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. അപ്പോൾ നമ്മൾ KSFE പവർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, അതായത് KSFEയിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെലക്ട് ഡേറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരും. അതിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചെക്ക് ആൻസർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ച OTP ഈ കാണുന്ന ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ പുതിയൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആവരുത്, സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ യൂസർ നെയിം സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് വീണ്ടും ലോഗിൻ പേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പാസ്വേഡാണ് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഫോർഗെറ്റ് പാസ്വേഡ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം ആദ്യത്തെ ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള സെലക്ട് ഡേറ്റ് എന്നുള്ള ഭാഗത്ത് നിന്നും സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇയർ ആദ്യം സെലക്ട് ചെയ്യാം. അതിനുശേഷം മന്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നേരത്തെ കണ്ടതുപോലെ തന്നെ 8+5 അതിൻ്റെ ആൻസർ താഴെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചെക്ക് ആൻസർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ച OTP ഈ കാണുന്ന ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെയുള്ള വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് എൻ്റർ ക്രിയേറ്റ് ന്യൂ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ സ്മോൾ ലെറ്റർ, അതുപോലെ അക്കങ്ങൾ, ചിഹ്നങ്ങൾ അടങ്ങുന്ന പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ബോക്സിലും നിങ്ങൾ മുകളിൽ കൊടുത്ത അതേ പാസ്വേഡ് തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെയുള്ള സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് സക്സസ്ഫുൾ ആയിട്ട് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാം. ആദ്യം കാണുന്ന ബോക്സിൽ നിങ്ങളുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. 3+5 അതിൻ്റെ ആൻസർ താഴെയുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെക്ക് ആൻസർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ചിട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ മനസ്സിലാക്കാനും അത് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. KSFE ചിട്ടി ഓൺലൈനായിട്ട് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുക, അതുപോലെ ആപ്ലിക്കേഷൻ വഴി എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.